ഭാരമായ സുഹൃത്തുക്കളെ, ജനജ സൗഹൃദ കൂട്ടായ്മയിലെ എൻ്റെ പ്രിയാംഗങ്ങളെ, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ അപ്പോൾ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് മൊയ്തീൻ മാഷ്. അദ്ദേഹം നമ്മുടെ വിട പറഞ്ഞു പോയി എന്ന് അറിഞ്ഞപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ അത്രയും ഒരു വിഷമവും വേദനയൊക്കെ അനുഭവപ്പെടാനുണ്ടായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപക്ഷെ തോന്നുന്നു വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർക്ക് ഒരു അംഗീകാരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഹെഡ് മാസ്റ്റർമാരുമായിട്ട് കുട്ടികൾക്ക് അത്ര ഒരു ലിങ്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച ആ സ്കൂളിന് നമ്മളെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ വളർത്തിയെടുത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ രീതികളിലൂടെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. പക്ഷെ ഇഷ്ടപ്പെടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ അന്ന് വിമർശിച്ച ആളുകൾ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ വഴികളിലൂടെ, ആ ഡിസിപ്ലിനിലൂടെയൊക്കെ സഞ്ചരിച്ചത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമായിട്ടുണ്ട്. സ്കൂളിൽ വളരെ നേരത്തെ എല്ലാ അധ്യാപകരും എത്തുന്നതിന് മുമ്പ് മുജി പറഞ്ഞ പോലെ തന്നെ വളരെ അലക്കി തേച്ച ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ പ്രസൻ്റ് ആയിരുന്നു അതിരാവിലെ. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു നാഥം തന്നെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ മുജി പറഞ്ഞ പോലെ നമ്മൾ അധ്യാപകർ ക്ലാസ്സിലില്ലെങ്കിൽ വളരെ ഭയങ്കര ശബ്ദമായിരിക്കും മുകളിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയി മാറും. തൊട്ടപ്പുറത്ത് പെട്ടെന്ന് സൈലൻ്റ് ആയി, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പെട്ടെന്ന് സൈലൻ്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അച്ഛന്മാര് വരുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഒരു ശബ്ദവും ഇല്ല, ഭയങ്കര സൈലൻസ് ആണ്. പിന്നെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണാം അച്ഛൻ ഇങ്ങനെ പുറത്തൂടെ ഇങ്ങനെ പോകും. ആ രംഗമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് ശരിക്കും അല്ലാതെ എപ്പോഴും മനസ്സിലാതെ ഓർക്കുകയാണ് നമ്മൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അദ്ദേഹം നമ്മളെ അറിയിച്ച പല ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്കൂളിലല്ലാത്ത സന്ദർഭങ്ങളിൽ പല ഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അദ്ദേഹം എന്നോട് കണ്ടിട്ട് വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹവും ഭയങ്കരമായൊരു വാത്സല്യവുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പ്രത്യേകം പറയുകയും നമ്മുടെ ഒരു 1-2 തവണ അദ്ദേഹത്തിൻ്റെ ആ വഴിക്ക് നമ്മൾ നടന്നു പോകേണ്ട അവസരം വന്നപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും പ്രത്യേകമായ ഒരു സ്നേഹവാത്സല്യങ്ങൾ അന്ന് പ്രത്യേകമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ലൈഫിൽ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വരുന്നത് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനവിടെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററായിരുന്നു. ഒരു അല്ലാതെ പരിചയപ്പെടുന്ന നാട്ടിലൊരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പം അച്ഛൻ ഇവരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. പൂനൂർ പ്രദേശത്തെ എല്ലാവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛനെയൊക്കെ അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ വളരെ പേടിയോടെയാണ് വരുന്നത്. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേരാണല്ലോ എംജിആർ എങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ തരികിട വീരന്മാരെല്ലാം കൂടെ ഇരുന്നിട്ട് ഈ പോക്കറ്റിലൊക്കെ എഴുതിക്കൊണ്ടുവന്ന് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുകയാണ്. ഓരോരോ ഈ എഞ്ചുവടി, ജനഗണമന, ഇതെല്ലാം ഇന്റർവ്യൂവിന് 8ാം ക്ലാസ് അഡ്മിഷന് മൂപ്പരടുത്തൊന്ന് പോയിരിക്കണം, ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള റൂമർ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് തുണ്ടുമായിട്ട് പുറത്തെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ ആ ഒരു ഫീൽ അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ അഡ്മിഷൻ കാർഡിൻ്റെ മുകളിൽ അദ്ദേഹം ഇരുന്ന് വളരെ സ്നേഹത്തോട് സംസാരിച്ച് അതിൻ്റെ പുറത്ത് താഴെ ചെറുതായിട്ട് അക്ഷരത്തിൽ എഴുതി 1991 ഡിസ്റ്റിങ്ഷൻ എഴുതിയൊരു 2 വര വരച്ചു. അത് സത്യം പറഞ്ഞാൽ അത് എന്നിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. കാരണം ഇത്രയും ബഹുമാനിക്കേണ്ട ഒരു മനുഷ്യന് അതിൻ്റെ താഴെ എഴുതുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായ ഉത്തരവാദിത്തമായി. അപ്പോൾ എനിക്ക് വേറൊരു അധ്യാപകരും എന്നെ പറഞ്ഞ് തരുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഉത്തരവാദിത്ത ബോധം, ഒരു ബാധ്യത, അല്ലെങ്കിൽ എനിക്കത് നിർബന്ധം പോലെയായിപ്പോയി. 91 ബാച്ചിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങണം എന്നുള്ളത് അദ്ദേഹം അത് അന്ന് അവിടെ പറഞ്ഞതാണ്. അങ്ങനെ അന്ന് 91 ബാച്ചിൽ ഡിസ്റ്റിങ്ഷൻ മാത്രമല്ല സ്കൂളിൽ തന്നെ ടോപ്പറായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു നീതി പുലർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ സ്നേഹം പിന്നീട് കണ്ടപ്പോഴൊക്കെ അദ്ദേഹം പലപ്പോഴും നമ്മളെ കാണുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ അദ്ദേഹം നമ്മളെല്ലാവരെയും, അത് പഠിച്ചേറ്റവും മാർക്ക് വാങ്ങിയെന്ന് മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികളെയും ഓരോ സ്ഥാനങ്ങളിൽ എത്തിയ, പഠനം മാത്രമല്ലല്ലോ, ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ പഠനമോ അതിൻ്റെ മാർക്കോ ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളത് തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അദ്ദേഹം അത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം,
നമ്മൾ റിട്ടയർ ചെയ്ത് ഒരുപാട് അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ ഇരുന്നതായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. പണ്ട് സ്കൂളിൽ പോകുന്ന അതേ ചിട്ടയോട് അദ്ദേഹം എത്രയോ സ്കൂളുകൾ നേതൃത്വം നൽകി, എത്രയോ പ്രൈവറ്റ് സ്കൂളുകൾ അദ്ദേഹം വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അവസാനം ആ മരിക്കുന്ന ദിവസം പോലും ഇത്രയും കർമ്മനിരതനായി പ്രവർത്തിച്ചൊരു വ്യക്തി, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥേച്ഛനെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ പ്രിൻസിപ്പിൾ കർമ്മം മരണം വരെ കർമ്മോത്സുകനായിരുന്നുകൊണ്ട് അദ്ദേഹം ഈശ്വറിലേക്ക് തന്നെയാണ് നേരിട്ട് നടന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്മരണയിൽ ഒരു പിടി പൂക്കൾ അർപ്പിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം.